രുദ്രൻ എന്നെ വിളിച്ചിട്ട് എത്ര ദിവസമായി കാണും? അത് ഒരു മാസത്തോളം ആയി കാണും. അത് ഒക്കെ എന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ എന്റെ കൂടെ നിന്ന സമയത്ത്, കൃത്യം പറഞ്ഞ കാശിയുമായിട്ടുള്ള കല്യാണത്തിന് മുമ്പ്, നിന്നെ എല്ലാ ആഴ്ചയും വിളിക്കില്ലായിരുന്നോ? എന്നാ ഇപ്പൊ നീ അങ്ങോട്ട് വിളിച്ചാലല്ലേ അവൻ എന്തെങ്കിലുമൊക്കെ മിണ്ടത്തുള്ളൂ. ഇങ്ങോട്ട് അവനെ അവസാനമായിട്ട് എപ്പോഴാ വിളിച്ചതെന്ന് നിനക്ക് ഓർമ്മയുണ്ട്? നീ എന്താ ഒരുമാതിരി പോലീസുകാര് ചോദ്യം ചെയ്യുന്ന പോലെ? നിനക്ക് എന്താ പറയാനുള്ളത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഒന്ന് റിലാക്സ് ആവും, ഞാൻ പറയുന്നൊന്ന് ക്ഷമിച്ച് കേക്ക്. ഇതെന്താന്ന് വെച്ചാ, രുദ്രന് കാശിയേട്ടന് ഒരുപാട് ഇഷ്ടമല്ല, പ്രണയമാണ്, പ്രണയം. നോ, ദിസ് ഇസ് നോട്ട് ട്രൂത്ത്. നീ ചുമ്മാ പറയല്ലേ. അവനെങ്ങനെ കാശിയേട്ടനെ അറിയാം? ഞാൻ വിശ്വസിക്കുന്നില്ല. നീ ചുമ്മാ. ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നത്? അത് ഇങ്ങനെ ഒരു കാര്യം, അത് ഈ സമയത്ത്. ഞാൻ പറയുന്ന സത്യം. ഇത് എന്നോട് പറഞ്ഞത് വേറെ ആരുമല്ല, രുദ്രൻ തന്നെയാണ്. അന്ന് അവൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഒരുപാട് സങ്കടപ്പെട്ടെന്ന് ഞാൻ അവനോട് ആദ്യമൊന്നും ചോദിച്ചിട്ട് അവനൊന്നും പറഞ്ഞില്ല. അവസാനം അവൻ പൊട്ടിക്കരഞ്ഞോണ്ടല്ല എന്നോട് പറഞ്ഞത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി അവന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്കും ആദ്യം എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവൻ എന്നോട് അപ്പോൾ ഒരു പ്രോമിസ് എടുത്തിട്ടുണ്ടായിരുന്നു, നിന്നോട് ഇതൊരിക്കലും പറയരുതെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നിയിട്ട് നിന്നോട് പറയുന്നത് തന്നെയാണ് നല്ലതെന്ന്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം നിന്നെ വിളിച്ചുകൊണ്ടിരുന്ന അവൻ പെട്ടെന്ന് ഒരു ദിവസം വിളി നിർത്തിയത്. നീ അങ്ങോട്ട് വിളിച്ചാൽ പോലും മര്യാദയ്ക്കൊന്നും സംസാരിക്കത്ത പോലില്ലല്ലോ. കാരണം അവൻ അതിനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട്. അവന്റെ മനസ്സ് ഇപ്പോഴും കാശിയുണ്ട്, അത് ആഴത്തിൽ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ അവന് വിട്ടുകൊടുക്കണമോ? അതാണോ നീ പറയുന്നത്? നീ പറഞ്ഞതിലൊരു തെറ്റുണ്ട്. നിന്റെ ഭർത്താവന്റെ, അവന്റെ. നീ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുമ്പോൾ കാശിയേട്ടൻ ഒരിക്കലും സ്നേഹിച്ചത് നിന്റെ ശരീരത്തില്ല, മനസ്സിനെ. എന്ന് വെച്ചാൽ കാശിയേട്ടൻ സ്നേഹിച്ച അവനെയാ. അപ്പം ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കാശിയേട്ടൻ തന്നെ നിന്നെ വേണ്ടെന്ന് വെക്കില്ലെന്ന്. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്നോട് ഇച്ചിരി സമാധാനത്തോടെ സംസാരിക്കാൻ വേണ്ടിയാ, അല്ലാതെ എന്റെ പ്രശ്നങ്ങൾ കൂട്ടാൻ വേണ്ടിയല്ല. കൊച്ചിലോട്ടെ ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും അവനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തിനാ എന്റെ പേര് പോലും ഞാൻ അവനായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതെന്റെ പ്രണയവാ. അതെനിക്ക് ഒരിക്കലും അവനായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. എനിക്ക് കാശിയേട്ടനെ വേണം. ഞാൻ അതിനു വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറാ. ഇതൊരിക്കലും നീ ആരോടും പറയില്ല. ഇതൊരിക്കലും കാശിയേട്ടൻ അറിയാൻ പാടില്ല. അറിഞ്ഞ പിന്നെ ഞാൻ ഈ ലോകത്ത് ജീവനോടെ ഇരിക്കത്തില്ല. എടി, ഞാൻ പറയുന്നൊന്ന് എനിക്കൊന്നും കേൾക്കണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ഇതിപ്പോ പറഞ്ഞത് അബദ്ധമായോ? അവിടെ എന്തിനുള്ള പുറപ്പാടാ? ഹലോ രുദ്ര, എന്താ മോളെ ഇപ്പൊ വിളിച്ച? അതെന്താ അമ്മിനിപ്പൊ വിളിച്ച വരെ കുഴപ്പമുണ്ടോ? അതല്ല, നീ രാവിലെ വിളിച്ചതാണല്ലോ, അതാ ഞാൻ ചോദിച്ചങ്ങനെ. അമ്മയെ രുദ്രൻ വിളിച്ചായിരുന്നു. എന്ത് പറ്റി? അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? അതാണോ ഞാൻ ചോദിച്ച. പറ, അവനെ വിളിച്ചായിരുന്നോ ഇല്ലയോ? അവൻ എന്തോ പറഞ്ഞു? അവനെ രാവിലെ വിളിച്ചായിരുന്നു. അവനെ പറ്റയും പോലെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ പറ്റി മോളെ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ പഠിച്ചു കഴിഞ്ഞ് അന്നോട്ട് തുടങ്ങിയതാണല്ലോ അമ്മ എന്റെ കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യാൻ. എന്താ അവനതൊന്നും ബാധകമല്ലേ? വാട്ട്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? എന്നാ കേട്ടോ, അവന്റെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നടത്താം. അതെന്താ ഇത്ര പെട്ടെന്നോ? ഞാനും അവനും തമ്മിൽ ആകെ 2 വയസ്സിൽ ഡിഫറൻസേ ഉള്ളൂ. എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്കിപ്പോ ഒരു കുട്ടിയാവാറെ. അവൻ എന്തൊക്കെയാണ് ജോലിയൊക്കെ കെട്ടിയിട്ട് ഇപ്പൊ 1-2 വർഷമൊക്കെ ആയില്ലേ. ഇനി ഒരു കല്യാണമൊക്കെ നടക്കി തുടങ്ങാം. ഇപ്പൊ തന്നെ കഴിക്കണമെന്നൊന്നും പറയുന്നില്ല, ഒന്ന് ഉറപ്പിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ അവൻ ഇത്ര പെട്ടെന്നൊരു കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്കൊട്ടും തോന്നുന്നില്ല. അമ്മ എന്റെ സമ്മതം നോക്കിയിട്ടാണ് എന്റെ കല്യാണം ഉറപ്പിച്ചത്, അല്ലല്ലോ? അതേപോലെ തന്നെ ഇതും. പിന്നെ അവന്റെ കല്യാണത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം അത് ഞാൻ നോക്കിക്കോളാം. എന്നാലും മോളെ, ഒരെന്നാലും ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം അമ്മ അങ്ങോട്ട് കേട്ടാ മതി. അത് തന്നെ അവനും എനിക്കും എല്ലാവർക്കും നല്ലത്. അമ്മ ആരോട് വെച്ചിട്ട് എന്റെ കല്യാണം ഉറപ്പിക്കാൻ തീരുമാനിച്ചത്? ഞാൻ പറഞ്ഞു അമ്മയടുത്ത് എനിക്കിപ്പൊ കല്യാണം വേണമെന്ന്. കല്യാണം ഉറപ്പിച്ചിട്ടില്ല. ഞാൻ നിന്നോട് ജസ്റ്റ് സൂചിപ്പിച്ചതേ ഉള്ളൂ. നിനക്കിപ്പൊ കല്യാണപ്രായം ആയില്ലേ? എനിക്ക് കല്യാണപ്രായം ആവുമ്പോ ഞാൻ അമ്മയടുത്ത് പറഞ്ഞോളാം, അല്ലാതെ ആവശ്യമില്ലാത്ത ഇതൊന്നും വേണ്ട. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ വിളിക്കരുത്. എടാ, നിനക്ക് കല്യാണം ഇപ്പഴേ കഴിക്കാനല്ലല്ലോ ഞാൻ പറയുന്നത്. നാളെ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിന്നോട് പറയുന്നു. മനസ്സിൽ തുടങ്ങാം, ഇല്ലെങ്കിൽ നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? അതൊക്കെ ഉള്ളൂ. ഞാനിപ്പോ അതിനെപ്പറ്റി ചിന്തിക്കുന്നൊന്നുമില്ല. അമ്മ ഒന്ന് വെറുതെ വിട്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ വിളിക്കണ്ട. എന്തു പറ്റിയാടാ? നല്ല ദേഷ്യത്തിലാണല്ലോ. ഒന്നും പറയണ്ട. ചേച്ചിക്ക് ഇപ്പൊ തന്നെ എന്റെ കല്യാണം കാണണം. അതിന് വീട്ടിലിരിക്കും അമ്മയും. അതിനെന്താടാ? അവർക്ക് ആഗ്രഹമില്ലേ നിന്റെ കല്യാണത്തെ പറ്റി ചിന്തിക്കാൻ? അതിനുള്ള പ്രായമായി വരുന്നേ ഉള്ളൂ. എന്നാലും ഇപ്പോഴേ ഒന്നും നോക്കാലോ. എന്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞതാ. ഒരുമിച്ചല്ലെങ്കിൽ എന്റെ മനസ്സിൽ മറ്റൊരാൾക്ക് ഒരു സ്ഥാനവും ഇല്ല. ഈ ജന്മം പറ്റിയില്ലെങ്കിൽ അടുത്ത ജന്മമെങ്കിലും സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള എന്നോട് വേറൊരു കല്യാണത്തെ പറ്റി പറഞ്ഞാൽ പിന്നെ ദേഷ്യം വരാതിരിക്കും. നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നതല്ലാതെ അത് ആരാ എന്താ ഒന്നും നീ പറഞ്ഞിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോ തൊട്ട് ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ. എന്നിട്ട്
എനിക്ക് പോലും അറിയത്തില്ല നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം. ഒരു ദിവസം പെട്ടെന്ന് കാണാതെ വന്നിട്ട് പറയുന്നു എന്റെ കല്യാണം കഴിഞ്ഞു, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എന്നെ പൊട്ടിക്കിടന്ന് കഴിഞ്ഞു. എന്നിട്ട് എന്താന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല. നിന്റെ കല്യാണം കഴിഞ്ഞാലും നിന്റെ വീട്ടുകാർക്കും അറിയത്തില്ല, ആർക്കും അറിയില്ല. എന്താ സംഭവം എന്ന് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എനിക്കിപ്പോ അതിനെ പറ്റിയ ഒന്നും ആരോടും പറയാൻ പറ്റിയൊരു മാനസികാവസ്ഥയല്ല. എന്നെ തൽക്കാലം ഇച്ചിരത്തേക്ക് വെറുതെ വിടും. എനിക്കിപ്പോ ഒന്നും ആലോചിക്കാൻ ആഗ്രഹമില്ല. പറ്റത്തില്ല. എപ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നിനക്ക് ഇത് തന്നെ പറയാനുള്ള. ഇന്ന് എനിക്ക് അറിയണം എന്താ സംഭവം എന്ന്. നീ പറഞ്ഞേ പറ്റൂ. നീ പറഞ്ഞിട്ട് പോയാൽ മതി. നിന്റെ ജീവിതം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഇങ്ങനെ നിറയെ ചുരുങ്ങി കിടക്കുന്ന കാണാൻ എനിക്ക് വയ്യ. എത്ര വർഷം നീ മര്യാദക്കൊന്ന് ചിരിച്ചിട്ട്? എപ്പോ നോക്കിയാലും ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നോളൂ. എന്താണ് കാര്യം? ഒന്ന് വെട്ടിത്തുറന്ന് പറ. ഞാൻ പറയില്ല നിന്നോട്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചിയുടെ കല്യാണം. നീ എന്താ ഒന്നും പറയാത്ത? അല്ല, മൊത്തത്തിൽ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ശരിക്കും അങ്ങേർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നോ? എന്താന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. നീ എന്താ ഉദ്ദേശിച്ചത്? അത് നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ നീ ഇഷ്ടപ്പെടുന്ന ആള്, അങ്ങേർക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ടോ? 1 മാസത്തോളം ഒരു കൂടെ ജീവിച്ചിട്ട് അത് ആണാണോ പെണ്ണാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത. നീ ഒന്ന് പോയിക്ക്. ഞാൻ ഇത്രയും സങ്കടപ്പെട്ട് എന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ നീ ഇതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അതിനടുത്ത് വരാൻ സമ്മതിച്ചാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആണാണോ പെണ്ണാണോ എന്തെങ്കിലുമൊക്കെ അങ്ങേർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, നിന്റെ കൂടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ കഴിഞ്ഞെന്നല്ലേ പറഞ്ഞ്? എന്നിട്ടും അങ്ങേർക്കൊന്നും മനസ്സിലായില്ല. അതൊന്നും കാശേട്ടൻ രാത്രി നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു. ബോധം പോലും ഇല്ലാതെ കയറി വന്നത്, അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല. അതൊരു പാവം മനുഷ്യനാണ്. ആ മനുഷ്യനെ ഞാനും എല്ലാവരും കൂടെ ചെന്ന് ചതിക്കല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഞാൻ എന്ത് മനുഷ്യനാണല്ലോ. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചതിക്കുന്നുണ്ടോ? എന്ത് തെറ്റാ? എന്നെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ മുമ്പോട്ട് നോക്കും? എടാ, നീ ഇമോഷണൽ ആവാതെ. നടക്കാനുള്ളതൊക്കെ എന്തൊക്കെയായാലും നടന്നു കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അത് മനസ്സിലാക്കി നീ മൂവ് ഓൺ ചെയ്യുമെന്നല്ലാതെ വേറെ വഴിയില്ല. ഇനി അവരുടെ ജീവിതമാണ്. അവരിപ്പോ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. ഇനി നീ അതൊന്നും ആലോചിച്ച് വെച്ച് ചുമ്മാ ആവശ്യമില്ല, അതൊന്നും വേണ്ട. അത് കഴിഞ്ഞു, അവിടെ വിട്ടേക്ക്. ഇനി നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ നല്ലോണം ജീവിക്കാൻ നോക്ക്. ഒരിക്കലും ഇങ്ങനെ തകർന്ന് ജീവിക്കാതെ ഒന്ന് മനസ്സിലാക്ക്. എല്ലാം മറക്കാൻ പറ്റില്ല അത്ര പെട്ടെന്ന്. എന്നാലും ശ്രമിക്ക്. നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അവരെയും കൂടെ നീ ചിന്തിക്കണ്ടേ? അവർക്ക് വേണ്ടി തന്നെ നീ എല്ലാം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നാലും നീ അതൊക്കെ ഒന്ന് വിട്. നീ ഒന്ന് ഹാപ്പിയാ. നീ ഒന്ന് മുഖമൊക്കെ കഴുകിയിട്ട് വാ. ഇപ്പൊ ഒന്ന് പുറത്തൊക്കെ പോയി വരാം. അപ്പൊ നിന്റെ മൂഡും ഒന്ന് ഫ്രഷ് ആവും. വാ. എന്റെ തല. ചിത്ര, നീ ഓക്കെ അല്ലേ? ഇവിടെ ഇരിക്കുക. ഓക്കെ അല്ലേ? നീ എന്ത് പറ്റി? ഞാൻ ഓക്കെയാണ്. ഇതാ ഈ വെള്ളം കുടിച്ച് ഇവിടെ ഇരിക്കും. വല്ലതും മെഡിസിൻ വല്ലതും വേണോ? വേണ്ട, ഒന്നും വേണ്ട. എനിക്കൊന്ന് കിടക്കണം. വാ, ഞാൻ റൂമിലോട്ട് കൊണ്ടാക്കി തരാം. പോവല്ലേ, ഇവിടെ ഇരിക്കോ? നീ കിടന്നോ. നീ എവിടെ ഇരുന്നോ? ഞാൻ ഉറങ്ങിപ്പോ. ഇത്രയും നേരമായോ? അവൾ ഉറങ്ങിയല്ലോ. ഞാൻ പോയി വല്ലതും കഴിക്കാം. ഇതെന്തുവാ? ഇതെന്റെ ഫോട്ടോ, എന്റെ ഡയറിയാണ്. ഇതിനകത്തെന്താ എന്റെ പിക്ചർ വെച്ചിരിക്കുന്നത്? തുറന്ന് നോക്കണം. മോശമല്ലേ? പക്ഷെ എന്റെ പടം എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് അറിയണ്ടേ? തുറന്ന് നോക്കാം. കാശിനാഥൻ കോളേജിലുണ്ട്, എല്ലാവരുടെയും ക്രഷ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രണയം അവൻ ആദ്യമായിട്ട് കണ്ട സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നീ എന്താ ഇവിടെ ഇരിക്കുന്നതേ? അങ്ങോട്ട് വന്നതേ. അവിടെ കാശിയേട്ടന്റെ പാട്ട് തുടങ്ങി. കാശിയേട്ടനോ? അതാരാ? ഇവിടെ വന്നപ്പോ തൊട്ട് കേൾക്കുവാണല്ലോ ഈ പേര്. നീ ഇത്ര ദിവസമായിട്ട് കാശിയെ കണ്ടിട്ടില്ലേ? മോശം, വന്നേ ഞാൻ കാണിച്ചു തരാറാന്ന്. ഇത് കണ്ടോ, ഇതാണ് കാശിയേട്ടൻ, നമ്മുടെ കോളേജിലെ ഹീറോ. എല്ലാരും പുള്ളിക്കാരന്റെ പുറകെ. പക്ഷെ പുള്ളിക്കാരൻ ഇതുവരെ ആരും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. വെറുതെ വെറുതെ പരതും മിഴികൾ ആമ്പലായി നിന്നടക്കാത്തു ചന്ദനക്കുറി നീയണിഞ്ഞതിലെന്റെ പേരു പറഞ്ഞില്ലേ മന്ദഹാസ പാൽമിളാമ്പുഴയെന്റെ മാറിലറിഞ്ഞില്ലേ വർണ്ണങ്ങൾ വനവല്ലിക്കുയിലായി. രുദ്ര, ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടോ? രുദ്ര രുദ്ര രുദ്ര. എന്താ നീ പറഞ്ഞേ? നീ ഇത് ഏത് ലോകത്താ? എത്രാമത്തെ പ്രാവശ്യം ഞാൻ നിന്നെ വിളിക്കുന്നത്? നീ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താ മോളെ, ക്രഷ് അടിച്ചോ? എല്ലാരും ഇതേപോലെ നീ നോക്കുന്നേ. പോടി, നമുക്ക് പോവാം. വന്നേ, പാട്ട് കഴിഞ്ഞില്ലേ, നമുക്ക് പോവാം. അപ്പാളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ എനിക്കെന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അവനെ പറ്റി മറക്കാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അല്ലാത്ത എന്താ പറയാ, എനിക്ക് തന്നെ അറിയത്തില്ല. എല്ലാ ദിവസവും ആകുമ്പോൾ അറിയാതെ അവന്റെ പുറകെ നടക്കുമായിരുന്നു. അതെന്തൊരു ശീലമായി. ഒരു ദിവസം എന്നെ കാണാതിരുന്ന ആകെ വല്ലാത്ത ശ്വാസം മുട്ടല. എന്താ സംഭവിക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. പക്ഷെ അവൻ +2 പഠിച്ചോണ്ടിരുന്നത്, ഞാനാണെങ്കിൽ +1. 1 വർഷം കഴിഞ്ഞപ്പം അവൻ പോയി. പിന്നെ എനിക്കാകെ വല്ലായ്മയായിരുന്നു.
അല്ലാതെ എന്താ പറയാ, എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ പോലെ ഇപ്പൊ ആരോടും മിണ്ടാനും പറ്റാതെ സംസാരിക്കാൻ പറ്റാതെ ആകെ ഡിപ്രഷൻ സ്റ്റേജ് ഒക്കെ വരുന്ന പോലെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ അവനെ കണ്ടു. ഉം. അത് കാശേട്ടനല്ലേ? എടാ എടി, അത് കാശേട്ടനല്ലേ? നീ ഇതിത്ര ഹൈപ്പർ ആവതെ, നീ അവിടെ ഇരുന്നേ. അത് കാശേട്ടൻ തന്നെയാ. അങ്ങേരെന്താ ഇവിടെ പരിപാടി? ഞാനൊന്ന് ചോദിച്ചിട്ട് വരാം. എന്താ പുള്ളിക്കാരൻ ഇവിടെ? കോളേജ് UK-ലാന്നല്ലേ പറഞ്ഞ പാരന്റ്സിനോട്? എന്നിട്ട് ഇപ്പൊ എന്താ ഇവിടെ? എന്തിനാ വന്നേ? നീ ഒന്ന് മര്യാദക്കിരിക്കും, ഞാൻ പറയാം. ഇത് പുള്ളിക്കാരന്റെ ആന്റിക്കും അങ്കിൾക്കും മക്കളില്ലല്ലോ, അപ്പൊ അവരുടെ വിളിച്ചിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചാണ് +1 ഉം +2 ഇവിടെ ആക്കിയത്. അപ്പൊ പെട്ടെന്ന് പോകുന്നു പറഞ്ഞപ്പം അവർക്കും ഒരു സങ്കടമായി, പുള്ളിക്കാരനും ഒരു സങ്കടമായി. അപ്പൊ വിചാരിച്ചു കോളേജും കൂടെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പോകുന്നത്. എന്തായാലും കോളേജ് കഴിയുമ്പോ തന്നെ ബിസിനസ് ഒക്കെ ജോയിൻ ചെയ്യും, പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റത്തില്ല. അപ്പം വിചാരിച്ചു ഇവിടെ കോളേജിൽ നിന്ന് ഇച്ചിരി കൂടെ വർഷം അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നത്. ഇനി എന്തായാലും ഇങ്ങോട്ട് വരാനൊന്നും നടക്കത്തില്ലല്ലോ. അല്ല, നിനക്കെങ്ങനെ ഇത് കിട്ടി? നീ എന്താ ഒളിഞ്ഞു കേട്ടോ? നിനക്ക് വേണ്ടി ഇൻഫർമേഷൻ ഒപ്പിച്ചെന്ന് നീ എന്നോട് തന്നെ ഇത് പറയണം, മനസ്സിലായി? ഇനി വാ ഇങ്ങോട്ട് ഓരോന്നും പറഞ്ഞോണ്ട്, ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു തരാം. ഞാൻ ചുമ്മാ പറഞ്ഞില്ലേ, നീ എപ്പത്തേക്ക് അത് കാര്യമാക്കി എടുത്തോ? ചുമ്മാ പിണങ്ങാതെ. അതിനർത്ഥം ഇനി 1-2-3 വർഷത്തേക്ക് പിടിക്കാൻ ഇവിടെ തന്നെ കാണുമല്ലേ? അപ്പൊ എനിക്ക് വയ്യ. അയ്യോ, പെണ്ണിന് നാണം കണ്ടില്ലേ? നീ എന്താ ഇനിയും പുറകെ അടക്കാനോ ഉദ്ദേശം? തുറന്നു പറയുന്നില്ലേ? എനിക്ക് ധൈര്യമില്ലടി, നീ കാണുന്നില്ലേ ഒരു ദിവസം തന്നെ എന്തോരം പ്രപ്പോസൽസ് അങ്ങേർക്ക് വരുന്നത്. അപ്പൊ അങ്ങേര് എന്നെ ആ കൂട്ടത്തിലല്ലേ കാണത്തുള്ളൂ, എല്ലാവരും റിജക്ട് ചെയ്ത് വിടാം. അപ്പൊ എന്നെ എങ്ങനെ റിജക്ട് ചെയ്താൽ അതെനിക്കൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അതിനേലും നല്ല സൈലന്റ് അറ്റ്ലീസ്റ്റ് എന്നെങ്കിലും ഒരിക്കലും എസ് പറയുന്നുള്ള വിശ്വാസമെങ്കിലും ഉണ്ടല്ലോ. പക്ഷെ മുഖത്ത് നോക്കി നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരിക്കലും താങ്ങാൻ കഴിയത്തില്ല. ഇതിലും തന്നെ ചെയ്താ ഇപ്പം അങ്ങനൊന്നും ആയിട്ടില്ലല്ലോ, കോളേജല്ലേ ആയിട്ടുള്ളൂ. ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കല്ലേ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി നമുക്ക് പറ്റും. എനിക്ക് എന്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ട്.